കണ്ണൂർ പയ്യന്നൂരിലെ യുവതിയുടെ മരണം കൊലപാതകമാണെന്ന സൂചന നൽകി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹത്തിൽ കഴുത്തു ഞെരിച്ചതിന്റെ പാടുകളുണ്ട്. സുഹൃത്ത് കൊലപ്പെടുത്തിയതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. സന്തോഷ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്? കാവ്യ, ഇന്നലെയാണ് പയ്യന്നൂർ അന്നൂരിൽ അനില എന്ന യുവതിയെ വീടിനുള്ളിൽ ആൾതാമസമില്ലാത്ത വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണം ദുരൂഹമാണ് എന്നുള്ള സംശയം തുടക്കം മുതൽ ഉണ്ടായിരുന്നു. ഇത് കൊലപാതകമാണ് എന്നുള്ള ഒരു ആരോപണം ഈ യുവതിയുടെ സഹോദരൻ ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില സൂചനകളും ഇത് കൊലപാതകമാണ് എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്നത് തന്നെയാണ്. ഏറ്റവും പ്രധാനമായും കഴുത്ത് ഞെരിച്ചതിന്റെ പാടുകൾ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൂക്കിൽ നിന്ന് രക്തം വന്നിട്ടുണ്ട് എന്നുള്ളതും മുഖത്ത് അടിയേറ്റതായിട്ടുള്ള പാടുകൾ ഉണ്ടതും എന്നുള്ള സൂചനകളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളത്. ഷാൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നുള്ള പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഈ അനിലയുടെ സുഹൃത്തിനെ 20 കിലോമീറ്റർ മാറി മറ്റൊരു സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു. ഈ സുഹൃത്ത് അനിലയെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ലഭിക്കേണ്ടതുണ്ട്. കാരണം വളരെയേറെ ദുരൂഹതകൾ ഉള്ള ഒരു മരണമായിരുന്നു അനിലയുടേത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചതിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ സാധിക്കുകയുള്ളൂ. 2 ദിവസം മുൻപാണ് അനിലയെ വീട്ടിൽ നിന്നും കാണാതായത്. ഭർത്താവ് ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിൽ നൽകിയിരുന്നു. ഈ അന്വേഷണം നടക്കുന്നതിനിടെയാണ് 2 ദിവസത്തിന് ശേഷം ആൾതാമസമില്ലാത്ത വീട്ടിൽ അനിലയുടെ മൃതദേഹം ആ നിലത്ത് കിടക്കുന്ന നിലയിൽ കണ്ടത്. ഈ മുഖത്ത് ചോരപ്പാടുകൾ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ അനിലയുടെ സുഹൃത്തിനെയാണ് പിന്നീട് 20 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്ത് നിന്നും ഒരു കശുമാവിൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. ഈ വീട്ടുകാർ, അവിടെയുള്ള കുടുംബം ഒരു വിനോദയാത്രക്ക് പോയിരിക്കുകയാണ്. ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് ഈ മരിച്ച ജീവനൊടുക്കിയ അനിലയുടെ സുഹൃത്തിനെയായിരുന്നു. അനിലയെ ഈ വീട്ടിൽ എത്തിച്ചതിന് ശേഷം സുഹൃത്ത് കൊലപ്പെടുത്തിയതാകാം എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനത്തിന്റെ പുറത്താണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കാവ്യ, ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഈ പൂട്ടിക്കിടക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉടമസ്ഥർ ഏതെങ്കിലും നിലയ്ക്കുള്ള സൂചനകളോ മറ്റു വ്യക്തമാക്കലുകളോ ഉണ്ടോ? ഈ പെരുമാറ്റവും രീതിയോ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും നിലയ്ക്കുള്ള വ്യക്തമാക്കലുകൾ ഈ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അതായത് ഈ വീട്ടിലെ താമസക്കാരായ കുടുംബം അവർ വിനോദയാത്രക്ക് പോയിരിക്കുകയാണ്. അവർ സാധാരണഗതിയിൽ വീട് പൂട്ടി പോകുന്ന സമയത്ത് ഈ അനിലയുടെ സുഹൃത്തിനെയാണ് വീട് നോക്കാൻ ഏൽപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇത്തവണ അവർ മുംബൈയിൽ നിന്നും കപ്പൽ മാർഗം കൊച്ചിയിലേക്കുള്ള ഒരു വിനോദയാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ അവർ ഇവിടെ നിന്നും വീട് പൂട്ടി പോകുന്ന സമയത്ത് വീടിന്റെ നോക്കാൻ മറ്റ് കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത് ഈ അനിലയുടെ സുഹൃത്തിനെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ തിരിച്ചെത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട്, അതായത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഈ വീട്ടിൽ ഈ അനിലയുടെ സുഹൃത്ത് മാത്രമാണ് ഉണ്ടായിരുന്ന വീടായിരുന്നു. സുദർശൻ പ്രസാദ് എന്ന് പറയുന്ന അനിലയുടെ സുഹൃത്താണ് ഉണ്ടായത്. ഈ സുദർശൻ പ്രസാദിന്റെ ബൈക്കിലാണ് അനില ഈ വീട്ടിലെത്തിയത് എന്നുള്ളതിന്റെ തെളിവുകൾ പോലീസിന് പ്രാഥമികമായി തന്നെ ലഭിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് അനില പുറത്തിറങ്ങുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രമല്ല ഈ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത്. അത് ഈ ആൾതാമസമില്ലാത്ത വീട്ടിൽ അവിടെ നിന്നും എടുത്തതാണോ, അവിടെയുള്ള ആളുകളുടേതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിന് ഈ കുടുംബം തിരിച്ച് എത്തിയതിനു ശേഷം മാത്രമേ അവരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയാൽ മാത്രമേ അത് സംബന്ധിച്ച വ്യക്തത ലഭിക്കുകയുള്ളൂ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനം പോലീസ് ഇപ്പോൾ നിഗമനത്തിൽ എത്തിക്കുന്നത് ഈ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് തന്നെ അനിലയെ ഈ സുഹൃത്ത് വീട്ടിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് ചില തർക്കങ്ങൾ ഉണ്ടായി ഈ അനിലയെ കൊലപ്പെടുത്താനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം കഴുത്ത് ഞെരിച്ച പാടുകൾ, മുഖത്ത് അടിയേറ്റതിന്റെ പാടുകൾ, മൂക്കിൽ നിന്ന് രക്തം വാർന്നതിന്റെ പാടുകൾ ഉൾപ്പെടെയുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മരണത്തിന്റെ സൂചന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇല്ല. ഒരു മർദ്ദനമേറ്റതിന്റെ ഉൾപ്പെടെയുള്ള പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിന് ശേഷം, ഈ അനിലയുടെ മരണത്തിന് ശേഷം, കൊലപാതകം എന്ന് സംശയിക്കുന്ന ഈ മരണത്തിന് ശേഷം ഈ സുഹൃത്തായിട്ടുള്ള യുവാവ് പിന്നീട് അവിടെ നിന്നും 20 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്ത് പോയി ജീവനൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക്, കൊലപ്പെടുത്തിയതിന് ശേഷം ആത്മഹത്യ ചെയ്തതാകാം എന്നുള്ള ഒരു നിഗമനത്തിന് പുറത്താണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ശാസ്ത്രീയമായ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ അവിടെ പരിശോധന നടത്തിയിരുന്നു. അതിന്റെ റിപ്പോർട്ടുകൾ കൂടി ഇനി ലഭിക്കേണ്ടതുണ്ട്.
സന്തോഷാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൊലപാതകം, അനിലയുടെ മരണം കൊലപാതകം എന്ന സൂചന നൽകിക്കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രാഥമികമായ വിവരങ്ങൾ ആ നിലയ്ക്കാണ്. നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകൾ വളരെയധികം നിർണായകമാകുന്ന ഒരു കേസാണ്. ഈ ഒരു ദുരൂഹ സാഹചര്യം അല്ലെങ്കിൽ ഇതിന്റെ ദുരൂഹത പൂർണ്ണമായും നീക്കേണ്ടതുണ്ട്. ഈ വീടുമായി ബന്ധപ്പെട്ട് ഉടമസ്ഥർ ഇപ്പോൾ വിനോദയാത്രയിലാണ്. അവർ എത്തിയതിനു ശേഷം മാത്രം കൃത്യമായ ചില മൊഴികളുടെ രേഖപ്പെടുത്തലുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ദുരൂഹതകൾ മറന്നേക്ക് പുറത്തു വരികയുള്ളൂ. എന്തായാലും പ്രാഥമികമായ റിപ്പോർട്ട് അനുസരിച്ച് അനിലയെ കൊന്നതാണ് എന്ന നിലയ്ക്കുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. സമഗ്രമായ വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും സന്തോഷ് നൽകിയത്.